നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെരിലോഗ് പ്രോഗ്രാമിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. അതായത് നമ്മൾ മൊഡ്യൂൾ 1ലും മൊഡ്യൂൾ 2ലും വരുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വെരിലോഗിൻ്റെ കോൺസെപ്റ്റ് ആയിരുന്നു ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് അല്ലേ. അതായത് എന്താണ് വെരിലോഗ് പ്രോഗ്രാമിങ്, ബേസിക് ഗേറ്റ്സുകൾ നമ്മൾ എങ്ങനെ വെരിലോഗ് പ്രോഗ്രാം വെച്ച് ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ മൊഡ്യൂൾ 3ൻ്റെ പാർട്ടായിട്ട് വരുന്ന ഈ ഒരു പാർട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ദ മോഡലിംഗ് ആൻഡ് സിമുലേഷൻ ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് വെരിലോഗ് അറ്റ് ഗേറ്റ് ലെവൽ. സ്പെസിഫിക് ആയിട്ട് ഗേറ്റ് ലെവൽ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കറിയാം. ഈ കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ഗേറ്റ് ലെവൽ ഡിസൈനിങ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വെരിലോഗ് വളരെ ഈസിയാണ്. ഞാൻ ഒന്നോ രണ്ടോ എക്സാമ്പിളുകൾ ചെയ്തു തന്നു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് കോമ്പിനേഷൻ സർക്യൂട്ടും നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ട്സ് ഏതൊക്കെയെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. നമുക്കറിയാം കോമ്പിനേഷൻ സർക്യൂട്ടിൽ ഫസ്റ്റ് കാറ്റഗറി ആഡറും സബ്ട്രാക്ടറുമാണ്. ആഡർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ട് ടൈപ്പ് ആഡർ ഉണ്ട്, ഹാഫ് ആഡറും ഫുൾ ആഡറും. സെയിം വേ രണ്ട് ടൈപ്പ് സബ്ട്രാക്ടർ ഉണ്ട്, ഹാഫ് സബ്ട്രാക്ടറും ഫുൾ സബ്ട്രാക്ടറും. ഇതുപോലെ മക്സും ഡിമക്സും ഡീകോഡറും എൻകോഡറും. മക്സ് ഓൾറെഡി നമുക്കറിയാം 2:1, 4:1, 8:1 മൂന്ന് ടൈപ്പ് മക്സ്. ഡിമക്സ് നേരെ ഓപ്പോസിറ്റായിട്ട് റീഡ് ചെയ്യാം, 1:2, 1:4, 1:8 ഈ മൂന്ന് ടൈപ്പ് ഡിമക്സ് ഉണ്ട്. അതുപോലെ ഡീകോഡറും എൻകോഡറും ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മക്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ആഡറും സബ്ട്രാക്ടറും ഒക്കെ നിങ്ങളെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം 1 by 1 ആയിട്ട് എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൽ ഗേറ്റ് ലെവൽ മോഡലിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ബിഹേവിയറൽ ലെവലും ഗേറ്റ് ലെവലും നിങ്ങളെ പഠിപ്പിക്കും. ഡാറ്റ ഫ്ലോ ലെവലും ഗേറ്റ് ലെവലും നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലക്സറിൽ നിന്ന് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് 2:1 മക്സ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ലോജിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വെരിലോഗ് പ്രോഗ്രാമിങ്ങും വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളതിൻ്റെ ബേസിക് തിയറിയൊക്കെ മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിച്ചതാണ്. അതിൻ്റെ ബേസിക് ട്രൂത്ത് ടേബിൾ നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു 2:1 മക്സ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഒരു 2:1 മക്സ് എടുക്കുകയാണെങ്കിൽ അതിന് രണ്ട് ഇൻപുട്ടും ഒരു സെലക്ഷൻ ലൈനും ഒരു ഔട്ട്പുട്ടും ആയിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ കണ്ടീഷൻ? രണ്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ D0യും D1ഉം അതിൻ്റെ ഇൻപുട്ടും, S എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെലക്ഷൻ ലൈനും, Y എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടുമാണ് അല്ലേ. സോ ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതാൻ പറ്റും. സെലക്ഷൻ ലൈനിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ D0 സെലക്ട് ആവും, സെലക്ഷൻ ലൈനിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ D1 സെലക്ട് ആവും. ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ എഴുതാം. Y = D0 ഇൻറ്റു SOP ഫോമിൽ S0ക്ക് 0 ആയതുകൊണ്ട് S0 ബാർ അല്ലെങ്കിൽ S0 അല്ല S ബാർ, D1 ഇൻറ്റു S. ഇങ്ങനെയാണ് ഇതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, മക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഫണ്ടമെൻ്റൽ തിയറി. സോ ഇത് വെച്ച് നമ്മളതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മളിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ Y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. D0 ഇൻറ്റു D0 എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്, ശ്രദ്ധിക്കുക. ഇതാണ് D0 ഇൻറ്റു S ബാർ ഇതാണ് അല്ലേ, പ്ലസ് D1 ഇൻറ്റു S. അപ്പോൾ D1 ഇൻറ്റു S എന്നുള്ള ഇൻപുട്ടും D0 ഇൻറ്റു S ബാർ എന്നുള്ള ഇൻപുട്ടും ഞാൻ എന്ത് ചെയ്തു, ഓർ ഗേറ്റ് വഴി ആഡ് ചെയ്തു. ഇങ്ങനെയാണല്ലോ ഫണ്ടമെൻ്റൽ തിയറി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കതിൻ്റെ വെരിലോഗ് പ്രോഗ്രാമിംഗ് എഴുതണം. ആദ്യം ഞാൻ എഴുതുന്ന ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആണ്. ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ് സിലബസിൽ പറയുന്നത്. എന്നാലും നമുക്ക് ഡാറ്റ ഫ്ലോ മോഡലിംഗ് നോക്കാം. അപ്പോൾ ഡാറ്റ ഫ്ലോ മോഡലിംഗ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്കതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ അറിഞ്ഞാൽ മതി. D0 ഇൻറ്റു S ബാർ പ്ലസ് D1 ഇൻറ്റു S. ഇത് വെച്ച് നമുക്ക് എഴുതാം. ആദ്യം ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്, ഇത് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പഠിച്ചതാണ്, അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആദ്യം ഞാൻ മൊഡ്യൂൾ എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുന്നത്. മൊഡ്യൂളിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മൊഡ്യൂൾ എന്നുള്ള കീവേഡിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ബേസിക്കലി നമ്മളെ വെരിലോഗ് പ്രോഗ്രാമിങ്ങിൻ്റെ മൊഡ്യൂൾ നെയിമാണ്. 2:1 മക്സ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തു. ബ്രാക്കറ്റിൽ ഞാൻ ഏതൊക്കെയാണ് മൊഡ്യൂൾസായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ കൊടുത്തു. D0, D1, S, Y. D0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻപുട്ട്, D1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻപുട്ട്, S എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ലൈന്, Y എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. പിന്നെ നിങ്ങൾ നോക്ക്, ഔട്ട്പുട്ട് Y, ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ ഇവിടെ. അത് ഏത് ഔട്ട്പുട്ടാണ്? Y എന്നുള്ള ഔട്ട്പുട്ടാണ്. ഇൻപുട്ട് ഡിഫൈൻ ചെയ്തു, D0, D1, S. ഇതാണ് ഇൻപുട്ട്. എല്ലാവരും നോക്ക്, ഇൻപുട്ട് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ ലൈന് നമ്മൾ ഇൻപുട്ടായിട്ടാണ് കാണിക്കുന്നത്. അസൈൻ Y = എങ്ങനെ നമ്മുടെ എക്സ്പ്രഷൻ, D0 ഇൻറ്റു S ബാർ പ്ലസ് D1 ഇൻറ്റു S അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, D0 ഇൻറ്റു S ബാറിന് വരെ ഞാൻ കോംപ്ലിമെൻറ്റ് ഓഫ് S എന്ന് എഴുതി, പ്ലസിന് പകരം നമ്മളിത് ഓർ സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഓപ്പറേറ്റർ പഠിച്ചിരുന്നു. D1 ഇൻറ്റു S.
ഇതാണ് അസൈൻ എന്നുള്ള കീവേഡിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വൈ നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിനുശേഷം എൻ മൊഡ്യൂൾ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 2:1 മക്സിൻ്റെ ഡാറ്റ ഫ്ലോ മോഡലിംഗ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗേറ്റ് ലെവൽ മോഡലിംഗ് ആയിരിക്കും മോസ്റ്റ്ലി എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഈ ഗേറ്റ് ലെവൽ മോഡലിംഗ് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് 2:1 മക്സിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അറിയണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ D0 D1 എന്നുള്ളത് ഇൻപുട്ടും എസ്സും നമ്മൾ ഇൻപുട്ടായിട്ട് കൺസിഡർ ചെയ്തു ഡിഫൈൻ ചെയ്തപ്പോൾ. അപ്പോൾ വൈ എന്നുള്ളത് ഔട്ട്പുട്ടാണ്. എത്ര ഗേറ്റ് വരുന്നുണ്ട്? 2 ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റും ഒരു നോട്ട് ഗേറ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം, എങ്ങനെ നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി കുറേ വയറുകൾ തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്താൽ മാത്രമേ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ എക്സാക്ട്ലി ചെയ്യുന്ന കാര്യം, ആദ്യം ഞാൻ മൊഡ്യൂൾ ഡിഫൈൻ ചെയ്തു അല്ലേ. മൊഡ്യൂളിൻ്റെ പേര് ഡിഫൈൻ ചെയ്തു 2:1 മക്സ് y, D0, D1, S. ഇത്രയും മൊഡ്യൂൾസ് ഇതിലുണ്ട് അല്ലേ. ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്തു y, ഇൻപുട്ട് ഡിഫൈൻ ചെയ്തു D0 D1 S. D0യും D1ഉം Sഉം ആണ് ഇൻപുട്ട്. വയറുകൾ ഡിഫൈൻ ചെയ്യാണ്. വയർ T1, T2, S ബാർ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് T1, ഇതാണ് T2. ഏതാണ് എസ് ബാർ? എസ് എന്നുള്ള ഇൻപുട്ട് നിങ്ങൾക്ക് കാണാം. അതിന് നമ്മളൊരു നോട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എസ് ബാർ എന്നുള്ള ഇൻപുട്ട്. അപ്പോൾ 3 വയറുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഒന്ന് T1, ഒന്ന് T2, ഒന്ന് എസ് ബാർ. എസ് ബാർ ഏതാണെന്ന് ക്ലിയർ ആണല്ലോ. എസ് ബാർ എന്നാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേ കീവേഡ് തന്നെ യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് മൂന്നാമത്തെ വയർ എന്ന് പറയുന്നത്? എസ് ബാർ നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം അല്ലേ. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ ഏതൊക്കെ ഗേറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എക്സാക്ട്ലി വയറുകൾ ഏതൊക്കെയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് ഏതിനൊക്കെ യൂസ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ആൻഡ് T1, A, B എന്ന് പറയുകയാണെങ്കിൽ എയും ബിയും ആണ് എൻ്റെ ഇൻപുട്ട്. ഇതാണ് എൻ്റെ മീനിങ്. എയും ബിയും എൻ്റെ ഇൻപുട്ടാണ്. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത്? T1. ഇങ്ങനെയാണ് അതിൻ്റെ മീനിങ്. എല്ലാവരും നോക്കണേ. അപ്പോൾ ആൻഡ് T1, A, B എന്ന് പറഞ്ഞാൽ എ ബി ഇൻപുട്ടും T1 എന്നുള്ളത് ആ ആൻഡ് ഗേറ്റിൻ്റെ എന്തുമാണ്? ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞുകൂടെ, വളരെ ക്ലിയർ ആയിട്ട് പറയാം. ആൻഡ് T1, D1, S എന്ന് പറഞ്ഞാൽ D1ഉം Sഉം ആണ്. അപ്പോൾ ഇതാണല്ലോ ഫസ്റ്റ് ആൻഡ് ഗേറ്റ് T1. D1ഉം Sഉം ആണ് ഇതിൻ്റെ ഇൻപുട്ട്. ഫസ്റ്റ് ഇൻപുട്ട് D1ഉം സെക്കൻഡ് ഇൻപുട്ട് Sഉം. അതിൻ്റെ ഔട്ട്പുട്ട് ഏതാണ്? T1, T2, D0, S ബാർ. നിങ്ങൾ രണ്ടാമത്തെ ഗേറ്റ് നോക്കുക, ഇതിന് വരുന്ന ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഒരു ഇൻപുട്ട് എസ് ബാർ ആണ്, ഒരു ഇൻപുട്ട് D0 ആണ്. ഇത് രണ്ടും കൂടി നമ്മൾ ആൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? T2. അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ 2 ആൻഡ് ഗേറ്റുകൾ മെൻഷൻ ചെയ്തു. ഇനി നമ്മൾ ഒരു നോട്ട് ഗേറ്റ് വരുന്നുണ്ട്, അതിന് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. നോട്ട് എസ് ബാർ, എസ് ബാർ, എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസ് ആണ് നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട്, എസ് ബാർ ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. നമുക്കിനി വരുന്നത് ഓറാണ്. നമ്മൾ ഓൾറെഡി വയർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ വയർ വെച്ചിട്ടാണ് നമ്മൾ ഓർ ഗേറ്റ് എഴുതുന്നത്. ഓർ y, T1, T2. T1, T2 എന്നുള്ളത് നമ്മുടെ ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടും y എന്ന് പറയുന്നത് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടുമാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എൻ മൊഡ്യൂൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളൊരു ഗേറ്റ് ലെവൽ മോഡലിങ്ങിൽ 2:1 മക്സ് എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ബിഹേവിയർ മോഡൽ ഞാനിപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് ഏത് സർക്യൂട്ടിനും ബിഹേവിയർ മോഡൽ വളരെ ഈസി ആയിട്ട് എഴുതാം. ഗേറ്റ് ലെവൽ മോഡലിംഗ് അറിയണമെങ്കിൽ എക്സാക്ട്ലി അതിൻ്റെ സർക്യൂട്ട് അറിയണം. സർക്യൂട്ട് അറിയണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് മൊഡ്യൂൾ പഠിക്കണം. എന്നാൽ മാത്രമല്ലേ ഇതിൻ്റെ വെരിലോഗ് പ്രോഗ്രാമിംഗ് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 4:1 മക്സ് ആണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി വലിയ സർക്യൂട്ട്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു വെരിലോഗ് പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോംപ്ലക്സ് സർക്യൂട്ടിൻ്റെയും വെരിലോഗ് പ്രോഗ്രാമിംഗ് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് 4:1 മക്സ് അറിയാം ഓൾറെഡി. S0, S1 എങ്ങനെയാണ് 4:1 മക്സിൻ്റെ ലോജിക് ഡയഗ്രാം വരിക? 2 സെലക്ഷൻ ലൈന്, 4 ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഫിഗറിൽ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്യുന്നത് അതുപോലെ ഞാൻ ഡിഫൈൻ ചെയ്തു. S0യും S1ഉം ബേസിക്കലി എൻ്റെ സെലക്ഷൻ ലൈനും ABCD ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നതെങ്കിൽ ABCD എന്തും എടുക്കാം കേട്ടോ. ABCD ആണ് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് Y. അപ്പോൾ ഇങ്ങനെയാണല്ലോ ബേസിക്കലി. അപ്പോൾ ഞാൻ ട്രൂത്ത് ടേബിളിലൂടെ D0 അല്ലെങ്കിൽ ABCD ഞാൻ ഡിഫോൾട്ട് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ വരച്ചത്. 0 ആണെങ്കിൽ ഫസ്റ്റ് ഇൻപുട്ട് സെലക്ട് ആവും A അല്ലെങ്കിൽ D0. 01 ആണ് സെലക്ഷൻ ലൈൻ ആണെങ്കിൽ B അല്ലെങ്കിൽ D1 സെലക്ട് ആവും. 10 ആണെങ്കിൽ C അല്ലെങ്കിൽ D2 സെലക്ട് ആവും. 11 ആണെങ്കിൽ നാലാമത്തേതായ D അല്ലെങ്കിൽ D3 സെലക്ട് ആവും. ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നത്. ഇതിൻ്റെ ബേസിൽ എനിക്ക് ഇതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും.
D0 D1 എന്നുള്ള കീവേഡാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഫിഗറിൽ ABCD ആണ്. അപ്പോൾ D0ക്ക് പകരം നിങ്ങൾ A എന്നും, D1ന് പകരം B എന്നും, D2ന് പകരം C എന്നും, D3ക്ക് പകരം D എന്നും ഒക്കെ ഞാൻ കാരണം ഈ ഫിഗറിൻ്റെ ബേസിലുള്ള ഒരു ഡിസൈൻ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇനി നമുക്കിവിടെ പറഞ്ഞൂടെ എക്സാക്ട്ലി ഇതിൻ്റെ ബേസിക് മോഡലിംഗ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സർക്യൂട്ട് വരയ്ക്കാനൊക്കെ അറിയാം. 4:1 മക്സ് നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെയാണ് 4:1 മക്സിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരിക അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഗേറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് ആൻഡ് ഗേറ്റിൻ്റെ 3 ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. A ഇൻറ്റു S0 ബാർ S1 ബാർ ആണ് ഫസ്റ്റ് ഇൻപുട്ട്. ഇതെന്താ B ഇൻറ്റു S0 ബാർ S1. ഇവിടെ എന്താ C ഇൻറ്റു S0 S1 ബാർ, D ഇൻറ്റു S0 ഇൻറ്റു S1. ഈ ഫിഗർ തന്നെ നോക്കണമെന്നൊരു നിർബന്ധമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച ഫിഗർ നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക 4 ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. ഈ ഓർ ഗേറ്റ് ചെയ്യുന്നത് ഈ 4 ടേമിനെ ആഡ് ചെയ്യാനാണ് ഈ ഓർ ഗേറ്റ് യൂസ് ചെയ്യുന്നത്. അതിന് പുറമെ 2 നോട്ട് ഗേറ്റും കാണാം. അപ്പോൾ നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് എഴുതാം എവിടെയൊക്കെ വയറുകൾ കണക്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് മൊഡ്യൂളാണ്. മൊഡ്യൂളിൽ നമ്മൾ 4:1 മക്സ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു ഡിഫൈൻ ചെയ്യാൻ. ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട്, എയും ബിയും സിയും ഡിയും നമ്മുടെ ഇൻപുട്ട്, S0യും S1ഉം നമ്മുടെ സെലക്ഷൻ ലൈന്. അപ്പോൾ ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്തു OUT, അതാണ് ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത്. ഇൻപുട്ടുകൾ ഡിഫൈൻ ചെയ്തു A, B, C, D, S0, S1. വയർ ഡിഫൈൻ ചെയ്തു. അപ്പോൾ വയറുകൾ ശ്രദ്ധിക്കണേ, S0 ബാർ S1 ബാർ ഇതാണ് ഫസ്റ്റ് വയർ. അപ്പോൾ ഇതാണ് S0, ഇതാണ് S0 ബാർ, ഇതാണ് S1 ബാർ. ഇത് രണ്ടും നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലേ. ഇനി വരുന്നത് ഏതാണ്? T1, T2, T3, T4. T1, T2, T3, T4 ഡിഫൈൻ ചെയ്ത് ശ്രദ്ധിക്കുക. ഇതാണ് T1, ഇതാണ് T2, ഇതാണ് T3, ഇതാണ് T4. അപ്പോൾ ഈ ഫിഗർ വരച്ചിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ പ്രോഗ്രാം എഴുതാൻ. ഓക്കെ, അപ്പോൾ S0 ബാറും S1 ബാറും T1ഉം T2ഉം T3ഉം T4ഉം ആണ് എക്സാക്ട്ലി എൻ്റെ വയറുകളായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നത്. നോട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? S0 ബാർ, S0. ഇതിൻ്റെ മീനിങ് ഓൾറെഡി ഞാൻ പറഞ്ഞു. S0 എന്നുള്ളത് നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടും S0 ബാർ എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ടും. സെയിം വേ S1 ബാർ, ഇത് കോമട്ട് എഴുതിയാൽ മതി കേട്ടോ. നോട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കോമട്ട് എഴുതുകയാണെങ്കിൽ അതെല്ലാം നോട്ട് ഗേറ്റ് ആയിട്ട് മാറും. S1 ബാർ, S1 എന്ന് പറഞ്ഞാൽ S1 ഇൻപുട്ടും S1 ബാർ ഔട്ട്പുട്ടും. ആൻഡ് ആണ് T1, A, S0 ബാർ, S1 ബാർ. നിങ്ങൾ നോക്ക് എക്സാക്ട്ലി നമ്മൾ ആൻഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ് നിങ്ങൾ നോക്കുക. T1 എന്ന് പറയുന്നത് എക്സാക്ട്ലി എൻ്റെ ഔട്ട്പുട്ട്. ഞാൻ എക്സാക്ട്ലി ആൻഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുള്ളത് A, S0 ബാർ, S1. S0 ബാറും S1 ബാറും എയും നമ്മൾ ആൻഡ് ചെയ്യും. ആ കിട്ടുന്ന ഔട്ട്പുട്ട് ഏതാണ്? T1. സെയിം വേ T2, B, S0 ബാർ, S1. അത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. T2 എന്നുള്ളത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. ബിയും S0 ബാറും S1ഉം അതിൻ്റെ ഇൻപുട്ടാണ്. മൂന്നാമത്തെ T3 എന്നുള്ള കണ്ടീഷൻ നോക്കാം. T3, C, S0 ബാർ, S1 ബാർ. S0, S1 ബാർ ഇതാണ് T3 എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ടാണ്. ഓൾറെഡി നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ കേസ് നോക്കുക. T4, D, S0, S1. D, S0, S1 ആണ് നമ്മൾ എക്സാക്ട്ലി ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട്. അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാർക്ക് ചെയ്തു? T4. സെയിം വേ നമുക്ക് ഓർ ചെയ്യാം. ഓർ ചെയ്യുകയാണെങ്കിൽ ഔട്ട് എന്നുള്ള കീവേഡ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തു. ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടാണ്. T1ഉം T2ഉം T3ഉം T4ഉം നമ്മൾ വയറുകളായിട്ട് മാർക്ക് ചെയ്ത ഈ 4 പാർട്ടാണ് എക്സാക്ട്ലി ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞ് നമുക്കിത് എന്ത് ചെയ്യാം? N മൊഡ്യൂൾ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഗേറ്റ് ലെവലിൽ ബേസിക്കലി എന്ത് ഡിസൈൻ ചെയ്യുന്നത്? ഒരു 4:1 മക്സ് എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ ഈ ലോജിക്ക്? അപ്പോൾ നമ്മൾ 2:1ഉം 4:1 മക്സും പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആഡറും സബ്ട്രാക്ടറുമാണ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ലോജിക്ക് പറഞ്ഞു പോവാണ്. നിങ്ങൾ തന്നെ എഴുതി നോക്കണം. ഗേറ്റ് ലെവൽ മോഡലിംഗ് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഹാഫ് ആഡറാണ്. ഹാഫ് ആഡറിൻ്റെ ട്രൂത്ത് ടേബിളും ബൂലിയൻ എക്സ്പ്രഷനും ലോജിക് ഡയഗ്രമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതാണ് എക്സാക്ട്ലി അതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇതാണ് ഇതിൻ്റെ ബൂലിയൻ ട്രൂത്ത് ടേബിൾ. നമുക്കറിയാം 2 ഇൻപുട്ടിന് ആഡ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഹാഫ് ആഡർ. 0-0 വന്നു കഴിഞ്ഞാൽ 0-1 വന്നു കഴിഞ്ഞാലും 1-0 വന്നു കഴിഞ്ഞാലും സമ്മും ക്യാരിയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാരി എന്നുള്ളത് AB-യും സം എന്നുള്ളത് AX or B ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഹാഫ് ആഡറിൻ്റെ തിയറി. അപ്പോൾ നമുക്ക് ഹാഫ് ആഡറിൻ്റെ ഒരു വെരിലോഗ് പ്രോഗ്രാമിംഗ് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ഹാഫ് ആഡർ ഇരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഗേറ്റ് ലെവൽ മോഡലിംഗ് എഴുതാം. ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്യുന്ന കീവേഡ് മൊഡ്യൂൾ എന്നുള്ള കീവേഡാണ് ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂളായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ്? മൊഡ്യൂളിൻ്റെ പേര് മാർക്ക് ചെയ്യാണ്. ഹാഫ് ആഡർ ഇവിടെ ഞാൻ ഏതൊക്കെ കീവേഡ് യൂസ് ചെയ്യുന്നതാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒന്ന് സമ്മ്, ഒന്ന് ക്യാരി, ഒന്ന് A, ഒന്ന് B. ഇതാണല്ലോ മൊഡ്യൂള്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഇൻപുട്ട്. ഇവിടുത്തെ ഇൻപുട്ട് ഏതൊക്കെയാണ്? ഇൻപുട്ട് പറയാൻ പറ്റുമോ? ഇൻപുട്ട് എന്നുള്ളത് എക്സാക്ട്ലി
എ കോമ ബി, എയും ബിയും എന്താണ്? ഇൻപുട്ടാണ്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഔട്ട്പുട്ടാണ്. ഏതൊക്കെയാണ് ഔട്ട്പുട്ട് വരുന്നത്? ഔട്ട്പുട്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സമ്മും സെക്കൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്യാരിയാണ്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ടും ഡിഫൈൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സോർ ഓപ്പറേഷനാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. എക്സോർ ഏതൊക്കെ തമ്മിലാണ് എക്സോർ ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണേ. ഏതൊക്കെ ഗേറ്റ് തമ്മിലാണ് എക്സോർ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എ കോമ ബി, എയും ബിയും തമ്മിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എക്സോർ ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് സമ്മാണ്. ഒരു മിനിറ്റ്, കറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ ഞാൻ എക്സോർ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. എക്സോർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എക്സോറിൻ്റെ ഔട്ട്പുട്ട് മാർക്ക് ചെയ്യും. എക്സോറിൻ്റെ ഔട്ട്പുട്ട് സമ്മാണ്. അതിൻ്റെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? എയും ബിയും ആണ്. നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് ആൻറ്റിയാണ്. എക്സാക്ട്ലി ആൻറ്റി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഏതൊക്കെ തമ്മിലാണ് ആൻറ്റി എന്ന് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ആൻഡ് ഗേറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യാരിയാണ്. ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? എയും ബിയും ആണ്. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? എൻഡ് മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹാഫ് ആഡറിൻ്റെ ഗേറ്റ് ലെവൽ മോഡലിംഗ് വെരിലോഗിൽ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി സെയിം വേ നമുക്ക് നോക്കാം ഫുൾ ആഡർ. ഫുൾ ആഡർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ നോക്കുക, ഓൾറെഡി നമുക്കറിയാം ഫുൾ ആഡറിൻ്റെ ട്രൂത്ത് ടേബിളും അതുപോലെ ബൂലിയൻ എക്സ്പ്രഷനൊക്കെ നമുക്കറിയാം. ക്യാരി എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് എ സി പ്ലസ് ബി സിയും, സം എന്ന് പറഞ്ഞാൽ എ ബാർ ബി സി. ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക് വെച്ചിട്ട് സം എന്ന് പറയുന്നത് എ എക്സോർ ബി എക്സോർ സിയും ക്യാരി എന്ന് പറയുന്നത് എ ബി പ്ലസ് എ സി പ്ലസ് ബി സി ആണ് അല്ലേ. അപ്പോൾ ഓൾറെഡി ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ വെരിലോഗ് പ്രോഗ്രാമിംഗ് എങ്ങനെ എഴുതാൻ പറ്റും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ ഇതിനെ നമുക്ക് T1 എന്നും ഇതിനെ നമുക്ക് T2 എന്നും ഇതിനെ T3 എന്നും ഡിഫൈൻ ചെയ്യാം. പിന്നെ ഇവിടെ അഡീഷണലി വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം ഇതിൻ്റെ ബേസിക് പ്രോഗ്രാമിംഗ് എങ്ങനെ എഴുതിയെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കീവേഡ് യൂസ് ചെയ്യുന്ന മൊഡ്യൂളാണ്. ഏതൊക്കെയാണ് മൊഡ്യൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. മൊഡ്യൂളായിട്ട് യൂസ് ചെയ്യുന്നത് എ കോമ ബി കോമ സി ഇൻ കോമ സം കോമ ക്യാരി. ഇതാണല്ലോ മൊഡ്യൂളായി നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്യണം. അടുത്ത് നമ്മൾ ഇൻപുട്ട് ഡിഫൈൻ ചെയ്യും. ഏതൊക്കെയാണ് ഇൻപുട്ട് വരുന്നത്? ഇൻപുട്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എക്സാക്ട്ലി എയും ബിയും, അങ്ങനെയല്ല, ഇൻപുട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇൻപുട്ട് എ കോമ ബി കോമ സി എൻ. ഇനി നമ്മൾ ഔട്ട്പുട്ട് മാർക്ക് ചെയ്യും. ഔട്ട്പുട്ട് എന്നുള്ള കീവേഡ് നമുക്ക് യൂസ് ചെയ്യണം. ഏതൊക്കെയാണ് ഔട്ട്പുട്ട് നമുക്കറിയാം. ഔട്ട്പുട്ട് ഒന്ന് സമ്മാണ്, ഒന്ന് ക്യാരിയാണ്. ഔട്ട്പുട്ട് സം കോമ ക്യാരി എന്ന് ഡിഫൈൻ ചെയ്യാം അല്ലേ. ഇനി നമുക്ക് ഇവിടെ വേണ്ട ഓപ്പറേഷൻസ് നോക്കുക. എക്സോർ ഓപ്പറേഷനാണ് ആദ്യം വേണ്ടത്. എക്സോർ ഏതൊക്കെയാണ് എക്സോർ ചെയ്യുന്നത്? എക്സോർ ചെയ്യുന്ന ഓപ്പറേഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടേമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ടേം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി എക്സോർ ചെയ്യുന്ന ഗേറ്റുകൾ ആദ്യം നമ്മൾ ഔട്ട്പുട്ടാണ് എഴുതേണ്ടത്. ഔട്ട്പുട്ട് സമ്മാണ്. എയും ബിയും സിയും എൻ്റെ ഇൻപുട്സാണ്. അപ്പോൾ ഞാനിതിൻ്റെ മീനിങ് എന്തായിരിക്കും നിങ്ങൾ പറയാം. നമ്മളൊരു എക്സോർ ഗേറ്റ് യൂസ് ചെയ്യുന്നു. ആ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സമ്മാണ്. എയും ബിയും സിന്നും അതിൻ്റെ ഇൻപുട്ടാണ്. അപ്പോൾ എ ബി സി ഇൻ എന്നുള്ള 3 ഇൻപുട്ടുകളെ എക്സോർ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സമ്മാണ്. വളരെ ക്ലിയർ ആണ് ഇതിൽ നിന്നല്ലേ. ഇനി നമുക്ക് വേണ്ടത് ആൻഡാണ്. ഏതൊക്കെയാണ് ഞാൻ ആൻഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് എക്സാക്ട്ലി ആദ്യം ആൻഡ് ചെയ്യുമ്പോൾ T1 കോമ എക്സാക്ട്ലി നിങ്ങളിതിൻ്റെ ഫിഗർ നോക്കുക കേട്ടോ. ഇത് എക്സാക്ട്ലി ഏതൊക്കെയാണ്? ബിയും ഇവിടെ ഓൾറെഡി. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും അല്ലേ. ഏതൊക്കെയായിരുന്നു? എ ബി പ്ലസ് എ സി പ്ലസ് ബി സി ആയിരുന്നു ഇവിടെ. എ ബി, ഇത് എ ബി ആണ് എക്സാക്ട്ലി. ഈ രണ്ടാമത്തത് ഏതാണ് നോക്കുക. രണ്ടാമത്തത് എ ഇൻറ്റു സി ഇൻ. എ ഇൻറ്റു സി ഇൻ ആണ് T2. മൂന്നാമത്തെയോ ബി ഇൻറ്റു സി ഇൻ. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തൂടെ. ഇനി എന്താ വരിക? ആൻഡ് T1 കോമ എ കോമ ബി കോമ T2 കോമ എ കോമ സി ഇൻ കോമ T3 കോമ ബി കോമ സി ഇൻ. ഇത് 3 നമ്മൾ എന്ത് ചെയ്തു? ആൻഡ് ചെയ്തു. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണല്ലോ. എക്സാക്ട്ലി ഇതെന്താ നമ്മൾ ചെയ്തത്? അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഗേറ്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എ ബി ആണ്, ഔട്ട്പുട്ട് T1 ആണ്. സെക്കൻഡ് ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എയും സിന്നും ആണ്, ഔട്ട്പുട്ട് T2 ആണ്. മൂന്നാമത്തെ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് ബിയും സിന്നും ആണ്, ഔട്ട്പുട്ട് എന്താണ്? T3 ആണ്. ഇത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻ ഓർ ഓപ്പറേഷനാണ്. ഓർ
ഏതൊക്കെ നമ്മൾ ഓർ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓർ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഇതാണ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആദ്യം മെൻഷൻ ചെയ്യണം. ഔട്ട്പുട്ട് നമ്മൾ സി ഔട്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ക്യാരി എന്നാണ് നേരത്തെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്യാരി ഇത് നമുക്ക് ക്യാരി ആയിട്ട് എടുക്കാം. നമ്മൾ ക്യാരി ആയിട്ടല്ല ഡിഫൈൻ ചെയ്ത്. അപ്പോൾ ക്യാരി എന്നുള്ളത് ഔട്ട്പുട്ടായിട്ട് എടുത്തു, കോമ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? T1ഉം T2ഉം T3ഉം. യെസ്. ഇതിനുശേഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സമ്മും ക്യാരിയൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇതിനുശേഷം നമ്മൾ ഫൈനലി എന്തെഴുതും? എൻഡ് മൊഡ്യൂൾ. ഇതോടെ നമ്മുടെ ഫുൾ ആഡറിൻ്റെ പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ലോജിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ഫുൾ ആഡർ എങ്ങനെ നമ്മൾ എഴുതുന്നു എന്ന്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമും എങ്ങനെ വേണമെങ്കിലും എഴുതാം, അല്ലേ? ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹാഫ് സബ്ട്രാക്ടർ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഹാഫ് സബ്ട്രാക്ടർ നമുക്ക് എഴുതാം? ഹാഫ് സബ്ട്രാക്ടർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്, ഇങ്ങനെയാണ് അതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ വരുന്നത്, ഇങ്ങനെയാണ് അതിൻ്റെ ലോജിക് ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഡിഫറൻസും ബോറോയും ഓൾറെഡി നമുക്കറിയാം. ഡിഫറൻസ് എന്ന് പറയുന്നത് എ എക്സ് ഓർ ബിയും, ബോറോ എന്ന് പറയുന്നത് ഡിഫറൻസ് ഓൾറെഡി നമുക്കറിയാം. എ എക്സ് ഓർ ബി ആണ് ഡിഫറൻസ്. ബോറോ എന്ന് പറയുന്നതോ എ ബാർ ഇൻറ്റു ബി. അപ്പോൾ അഡീഷണലി ഇവിടെ നമുക്ക് വേണ്ടത് നമുക്ക് എക്സാക്ട്ലി ഒരു എക്സ്ട്രാ വയർ വേണം, അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് ഹാഫ് സബ്ട്രാക്ടറും കൂടി എഴുതി നോക്കാം, അല്ലേ? ഹാഫ് സബ്ട്രാക്ടർ നമുക്ക് ആദ്യം വേണ്ട കീവേഡ് മൊഡ്യൂൾ എന്നുള്ള കീവേഡാണ്. മൊഡ്യൂൾ എന്നുള്ള കീവേഡിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എയും ബിയും ഡിഫറൻസും ബോറോയും നമുക്ക് ഫുൾ വേർഡ് തന്നെ എഴുതാം, അല്ലേ? ഇത് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഏതാ? ഇൻപുട്ടുകൾ. ഇൻപുട്ട് ഏതൊക്കെയാണ്? എയും ബിയും ആണ് ഇൻപുട്ട്. ഒറ്റ കളർ വെച്ച് തന്നെ എഴുതുക കേട്ടോ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഡിഫറൻസും ബോറോയുമാണ് എൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് ഏതാണ്? എക്സാക്ട്ലി വയർ ഡിഫൈൻ ചെയ്യണം. വയർ. ഓക്കെ, വയർ ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു വയറിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. എക്സാക്ട്ലി. അപ്പോൾ ബി എന്നുള്ളത് അതിൻ്റെ ഇൻപുട്ടാണ്, ബി ബാർ എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ടാണ്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ നോട്ട് എന്നുള്ള കീവേഡ് വയർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. വയർ എന്നുള്ളത് ഏതാണ്? ബി ബാറാണ് എൻ്റെ വയർ, ബി ബാർ. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാം. വയറുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എക്സോർ ഓപ്പറേഷനാണ്. ഏതൊക്കെ നമ്മൾ എക്സോർ ചെയ്യുന്നത്? എയും ബിയും തമ്മിലാണ് എക്സോർ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ടാണ് എക്സോർ ഓപ്പറേഷൻ്റെ. എയും ബിയും അതിൻ്റെ എൻ്റെ ഇൻപുട്ടാണ്. ഡിഫറൻസ് ഔട്ട്പുട്ടും എയും ബിയും ഇൻപുട്ടുമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എക്സാക്ട്ലി ആൻഡ് ഓപ്പറേഷനാണ്. ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ, അപ്പോൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ഓപ്പറേഷൻ കൂടി പെർഫോം ചെയ്യാനുണ്ട്. അത് ഏത് ഓപ്പറേഷനാണ്? നോട്ട് ഓപ്പറേഷൻ. നോട്ട് ഓപ്പറേഷൻ എങ്ങനെയും പെർഫോം ചെയ്യാം? നോട്ട്, അല്ലേ? അപ്പോൾ നോട്ട് എന്നുള്ള കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം. നോട്ട് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത് ബി ബാർ കോമ ബി ആണ്. ബി ബാർ കോമ ബി. ബി ബാർ എന്നുള്ളത് നോട്ടിൻ്റെ ഔട്ട്പുട്ടും ബി എന്നുള്ളത് ഇൻപുട്ടുമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എക്സാക്ട്ലി ആൻഡ് ഓപ്പറേഷനാണ്. ആൻഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വേണ്ട ഔട്ട്പുട്ട് ബോറോയാണ്. ഓക്കെ, ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് എയും ഒന്ന് ബി ബാറുമാണ്. ഇതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? എൻഡ് മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഹാഫ് സബ്ട്രാക്ടർ എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഹാഫ് സബ്ട്രാക്ടറൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും, അല്ലേ? ഫുൾ സബ്ട്രാക്ടർ നിങ്ങൾ എഴുതി നോക്കുക. ഫുൾ സബ്ട്രാക്ടർ എങ്ങനെയാവും ഫുൾ സബ്ട്രാക്ടർ വരിക? അതിൻ്റെ ട്രൂത്ത് ടേബിളും ബൂലിയൻ എക്സ്പ്രഷനൊക്കെ നമുക്കറിയാം. ഇത് ട്രൂത്ത് ടേബിളാണ്, ഇത് ബൂലിയൻ എക്സ്പ്രഷനാണ്. ഓക്കെ, ഇതതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലോജിക് ഡയഗ്രാമാണ്. ബോറോയും നമുക്ക് ഇത് ഡിഫറൻസിൻ്റെ ഇക്വേഷനും അറിയാം, ബോറോൻ്റെ ഇക്വേഷനും അറിയാം. അപ്പോൾ നിങ്ങളിവിടെ അഡീഷണലി ഒന്നുമില്ല, നമ്മൾ ഫുൾ ആഡർ എങ്ങനെയാണ് എഴുതിയത് അതിൽ അഡീഷണലി നമുക്കിവിടെ ഒരു നോട്ട് ഗേറ്റും അഡീഷണലി വരും. അപ്പോൾ വയറുകൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അഡീഷണലി ഈ നോട്ട് ഗേറ്റും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഫുൾ സബ്ട്രാക്ടർ നിങ്ങൾ തന്നെ സ്വയം എഴുതി നോക്കുക. ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്തു. മൊഡ്യൂൾ 3യിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ ഇന്ന് കവർ ചെയ്തു, അല്ലേ? മോഡലിംഗ് ആൻഡ് സിമുലേഷൻ ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് വെരിലോഗ് കോഡ്സ് അറ്റ് ഡിഫറെൻറ്റ് ഗേറ്റ് ലെവൽ. സെയിം വേ മൊഡ്യൂൾ 4 നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 3യിൽ മേ ബി നമുക്ക് ഡിമക്സ് പറഞ്ഞിട്ടില്ല. ഡിമക്സ് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. 1:2 ഡിമക്സും 1:4 ഡിമക്സൊക്കെ നമുക്ക് എഴുതാം. ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ടുകളും വരും, അത്ര ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. വയറിംഗ് ഒക്കെ അത് ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ മൊഡ്യൂൾ 4ലെ ഫ്ലിപ്പ് ഫ്ലോപ്സും കൗണ്ടറിൻ്റെയും വെരിലോഗ് ഡിസൈനും കൂടി നോക്കാം. അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. കാരണം ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. കാരണം ഓരോ മൊഡ്യൂളിലും സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് വെരിലോഗിൻ്റെ സിലബസ്. അപ്പോൾ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഓരോ മൊഡ്യൂളിൽ നിന്നും വെരിലോഗ് സെപ്പറേറ്റ് ചോദിക്കും. ഓക്കെ,
അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.